കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തു. രാഹുൽ ഈശ്വറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതിൽ രാഹുൽ ഈശ്വർ ചെയ്ത തെറ്റെന്താണ്? രാഹുൽ ഈശ്വർ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഇത് തന്നെയാണ് എന്റെയും ചോദ്യം. രാഹുൽ ഈശ്വർ എന്ത് തെറ്റാണ് ചെയ്തത്? അദ്ദേഹം കുറച്ച് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് തെളിവുകളും ഉണ്ടായിരുന്നു. അദ്ദേഹം പുറത്തു വിട്ടിട്ട് വേണം ഈ ജയിലിൽ പോകേണ്ടതായിരുന്നു. പക്ഷേ ഇത്രയും അദ്ദേഹം ഉണ്ട് എന്ന് പറയുന്ന തെളിവുകൾ അത് എന്റെ കയ്യിലായിരുന്നുവെങ്കിൽ കൃത്യമായിട്ടും ഞാൻ അത് പുറം ലോകത്തെ അറിയിച്ചതിനായിരുന്നു. കാര്യം ഇങ്ങനെ അതിജീവിതമാർ ഇവിടെ കേരളത്തിൽ വേണ്ട. കാരണം യഥാർത്ഥ അതിജീവിതകൾക്ക് നിയമപരിരക്ഷയും ഒരു നീതിയും കിട്ടാത്തൊരവസ്ഥയിലോട്ട് വരും. കാര്യം ഓരോ പുരുഷന്മാരുടെ അടുത്ത് സ്വന്തം ഭർത്താവിരിക്കെ മറ്റുള്ള പുരുഷന്മാരുടെ അടുത്ത് കിടപ്പറ പങ്കുവെച്ചിട്ട് നേരെ പോയി ഞാൻ അതിജീവിത എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളുടെ മുൻപ് വന്ന് പറയുകയും രഹസ്യമായിട്ട് മാളത്തിൽ ഒളിച്ചിരുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഇവരോടൊക്കെ നമുക്ക് പുച്ഛമാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ചെയ്യേണ്ടത് എന്തായിരുന്നു? ഉണ്ടായിരുന്ന തെളിവുകൾ, ഫോട്ടോയും അവരെ വർക്ക് ചെയ്യുന്ന മറ്റു കാര്യങ്ങളും എല്ലാം ഫുൾ ഡീറ്റെയിൽസ് പുറത്തു വിടണമായിരുന്നു. പുറത്ത് വിട്ടിട്ട് അന്തസ്സായിട്ട് പോയി ഇപ്പോ റിമാൻഡിലോട്ട് പോയിരുന്നുവെങ്കിൽ വളരെയധികം എന്താ പറയാ, നമുക്കൊക്കെ ഒരു അഭിമാനം ഉണ്ടായിരുന്നു. ഇത് ഒരു തെളിവും അദ്ദേഹം പുറത്തു വിട്ടിട്ടില്ല. നിയമത്തിന്റെ അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ്, അത് വേറൊരു സത്യം. അപ്പൊ അദ്ദേഹത്തിന് കാര്യം നിയമവശം അറിയാം. അപ്പൊ ആ നിയമവശം അറിയാം. അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തത്. കുറച്ച് സത്യങ്ങൾ പറഞ്ഞു. കാര്യം തെളിവുകൾ പുറത്തു വിടാതെ സത്യങ്ങൾ പറഞ്ഞു. അതിന് അദ്ദേഹത്തിന്റെ വായടപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. കാര്യം ഇനി അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വിഷയത്തെ കുറിച്ച് അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോ ഇത് ഇവിടം കൊണ്ട് തീർക്കണം എന്ന് പറഞ്ഞാൽ സ്വർണ്ണപ്പാളിയുടെ മറ്റുള്ള കാര്യങ്ങളും ഒക്കെ മുക്കി വെക്കുക. ഇപ്പൊ ഞാൻ ഇടതുപക്ഷക്കാരനാണ്. ഞാൻ നമ്മുടെ പാർട്ടിക്കാർ ചെയ്യുന്ന വളരെയധികം മോശമായിട്ടുള്ള കാര്യമാണ്. ഇദ്ദേഹത്തെ ഇപ്പൊ അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അറസ്റ്റ് ചെയ്യേണ്ട ആൾക്കാർ വേറെ പലരും കിടക്കുകയാണ്. ആ സമയത്ത് ഇലക്ഷൻ വരുന്ന സമയം ഇനി നിസ്സാര ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ അതിനെല്ലാം മൂടി വെക്കുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടവും രാഹുൽ ഈശ്വറും ഒക്കെ ഒരു വിഷയമായിട്ട് കത്തി നിൽക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു ഉടായിപ്പ് തന്ത്രമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എന്തായാലും ഞാനും ഇപ്പം അദ്ദേഹത്തെ കാണാൻ വേണ്ടി സൈബർ സെല്ലിലോട്ട് പോകാൻ പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വേണ്ടുന്ന നടപടികൾ ഞങ്ങളും ചെയ്യും. ഞാൻ ഇപ്പോഴും പറയുന്നു, എന്റെ കയ്യിൽ ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടുമെങ്കിൽ കംപ്ലീറ്റ് ഫോട്ടോയും ആ പെൺകുട്ടിയുടെ എല്ലാം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പുറത്തു വിടും. എന്നിട്ട് ഞാൻ അന്തസ്സായിട്ട് ജയിലിൽ കിടക്കും. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. രാഹുൽ ഈശ്വർ ചെയ്യാത്തതിൽ എനിക്ക് ഖേദമുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ഈ അതിജീവിതയുടെ ഐഡന്റിറ്റി അടക്കം വെളിപ്പെടുത്തി, അതാണ് ഇപ്പൊ രാഹുൽ ഈശ്വറിന് എതിരെ അത് ഇരയെ മാനസികമായി തകർത്തു. അപ്പോ അത് ആ ഒരു ഇനി പൊതുസമൂഹത്തിൽ ഇരയുടെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യപ്പെട്ടു, ഇര ചോദ്യം ചെയ്യപ്പെട്ടു. ഇതൊക്കെയാണ് രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് ഒരാൾ എന്നോട് സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, എങ്ങനെയാണ് കേരളത്തിൽ പുരുഷന്മാർ സമാധാനത്തോടെ ജീവിക്കുന്നത്? നാളെ ഒരു സ്ത്രീ കൊണ്ടുപോയി ഒരു വൈരാഗ്യത്തിന്റെ പേരിൽ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്താൽ തെളിയിച്ചു വരുന്നത് വരെ ഈ മാധ്യമ വിചാരണ അടക്കം നേരിടണ്ടേ? പോലീസിന്റെ അടക്കം ഇത്തരം നടപടികൾ നേരിടണ്ടേ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പുരുഷന്മാരെ ഇപ്പം ഏതൊരു പെൺകുട്ടിക്കായാലും അവൾക്ക് അച്ഛനുണ്ട്, അവൾക്ക് ഒരു സഹോദരൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സുഹൃത്തുണ്ടാവും, ഭർത്താവ് ഉണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് പുരുഷനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചാല് അവൻ ഇതെല്ലാം നമ്മളൊരു മനുഷ്യരല്ലേ, പുരുഷന്മാരും മനുഷ്യരല്ലേ, എല്ലാ എല്ലാ ആനുകൂല്യവും നമുക്കും വേണ്ടേ, ഒരു പരിഗണന നമുക്ക് വേണ്ടേ? ഇത് ഒരു പരിഗണനയും ഇല്ലാതല്ലേ പുരുഷൻ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ തേജോവധം ചെയ്യുന്നത്. അദ്ദേഹത്തിനെതിരെ അങ്ങ് പീഡനവും ബലാത്സംഗവും എന്നങ്ങ് പറയുകയാണ്. ഈ പീഡനവും ബലാത്സംഗവും എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടാണോ ഈ പറയുന്നത്? അത് നമ്മൾ വല്ലാത്തൊരു വേദന തോന്നുകയാണ്. ഈ വേദനിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. കാര്യം ഇത്രയും ശക്തമായിട്ട് സ്ത്രീകൾക്കെതിരെ ഒരു വിഭാഗം സ്ത്രീകളുടെ അല്ല, പൊതുവിലല്ല, ഒരു വിഭാഗം സ്ത്രീകൾക്കെതിരെ ഞാനത് പറയുന്നുവെങ്കിൽ അത്രയും വേദനയോട് കൂടിയിട്ടാണ്. കാര്യം എനിക്കെതിരെ അങ്ങനെ ഒരു ആരോപണം ഉണ്ടായാൽ സത്യം പറഞ്ഞാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ കാര്യം ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴേ അത് ചെറിയൊരു കാര്യമല്ല. ഇന്ന് കേരളത്തിലെ പുരുഷന്മാർ വളരെയധികം പേടിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ്. കുറ്റം ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ തെറ്റ് ചെയ്യാതെയാണ് പലരും ഇപ്പൊ രാഹുൽ ഈശ്വർ എന്താണ് തെറ്റ് ചെയ്തിരിക്കുന്നത്? അദ്ദേഹം ഇപ്പൊ കേസിലെ പ്രതിയായിട്ട് ഇപ്പൊ റിമാൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. കാര്യം ജാമ്യം കിട്ടാത്ത വകുപ്പ്. യഥാർത്ഥത്തില് ഈ സൈബർ കേസുകളെല്ലാം ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ്. അത് സൈബർ സെല്ലിൽ നിന്ന് തന്നെ ജാമ്യം എടുത്ത് അപ്പൊ തന്നെ സ്വന്തം ജാമ്യത്തിലോ അല്ലെങ്കിൽ രണ്ടുപേരുടെ ജാമ്യത്തിലോ അപ്പൊ വിട്ട് പുറത്തു പോകേണ്ട കേസാണ്. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് ജാമ്യമില്ലാത്ത വകുപ്പിട്ട് കേസെടുത്തിരിക്കുകയാണ്. അതിന് മാത്രം അദ്ദേഹം എന്താണ് ചെയ്തിരിക്കുന്നത്? അദ്ദേഹം ഈ ഇര എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിജീവിത എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ എന്ത് ഐഡന്റിറ്റിയാണ് പുറത്ത് വിട്ടിട്ടുള്ളത്?
എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അദ്ദേഹം അത് ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റെന്താണ്, അദ്ദേഹം ചോദിച്ച ചോദ്യം അതാണ്. എന്ത് തെറ്റാണ് ചെയ്തത്? ഇവർ തമ്മിൽ പരസ്പരം ശാരീരികമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഉഭയകക്ഷി പ്രകാരമല്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ കുറച്ച് തെളിവുകളും കൊടുത്തു. എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഇപ്പൊ പുറത്തുവിട്ടു എന്ന് പറഞ്ഞാൽ ഈ അതിജീവിതയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ അതിപ്പോ പുറത്തു വിട്ടതാണ് ഇപ്പൊ ഈ അറസ്റ്റിലോട്ട് പോകാൻ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇത് വേറൊന്നുമില്ല. കാര്യം വിവാഹം കഴിഞ്ഞു എന്നുള്ളത് മറച്ചു വെച്ച് ഇത്രയും നാൾ ഈ മാധ്യമ വിചാരണ നടത്തി. അപ്പൊ രാഹുൽ മാങ്കൂട്ടവും അയാളും ഒരു അഭിമാനി ആയതുകൊണ്ടാണ് ഈ വക കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നിട്ട് അദ്ദേഹം ഇത്രയും നാൾ പുറത്തു വിട്ടോ? ഈ പെൺകുട്ടിയെ കുറിച്ച് മോശമായിട്ടൊരു വാക്ക് എവിടെയെന്ന് പറയുന്നത് കേട്ടോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് അദ്ദേഹം ഒരു ദിവസമെങ്കിലും പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആ പെൺകുട്ടിയെ തേജോവധം ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടല്ലേ? അപ്പൊ പക്ഷെ ആ മറുഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. മറുഭാഗത്തുനിന്ന് അദ്ദേഹത്തെ ഏതൊക്കെ രീതിയിൽ തേജോവധം ചെയ്യുവാൻ പറ്റുമോ ആ രീതിയിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ എതിർക്കുവാൻ വേണ്ടിയിട്ട്, അതിനെ ഏതെങ്കിലും രീതിയിൽ ഒരു തടയിടുവാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഈശ്വറും ഞാനും ഒക്കെ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുരുഷന്മാരുടെ വായടപ്പിക്കുക. ആരെങ്കിലും അപൂർവം ചിലരാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. ഈ അപൂർവം ചിലരെ ഒന്നോ രണ്ടോ പേരെയൊക്കെ റിമാൻഡ് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ ഇവർക്ക് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. കാര്യം എനിക്ക് ജാമ്യം ക്യാൻസൽ ആവും. അപ്പൊ ആ സ്ഥിതിയിലോട്ട് വരികയും ഇവരെയൊക്കെ വാഴടപ്പിച്ചിട്ട് മറ്റേ എന്താ പറയാ ഈ സ്വർണം കട്ട കേസുകളും മറ്റുള്ള എല്ലാ കേസും മൂടി വെച്ച് ഇലക്ഷനെ അഭിമുഖീകരിക്കാം എന്നുള്ളതാണ്. ഇലക്ഷൻ കഴിഞ്ഞാൽ ഇതെല്ലാം തീരും. അതാദ്യം മനസ്സിലാക്കണം. ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പൊടി പോലും കാണില്ല. സാധാരണഗതിയിൽ നമ്മൾ പറയേണ്ട എന്താണ്? ഭരണ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ച് വേണം നമുക്ക് ഇലക്ഷനെ അഭിമുഖീകരിക്കാൻ. ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരായാലും ചെയ്യേണ്ട അങ്ങനെയാണ്. പക്ഷെ ഇവിടെ ഭരണ നേട്ടങ്ങളല്ല, പെണ്ണ് നേട്ടങ്ങളാണ് ഇവിടെ എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇലക്ഷൻ സമയത്ത് അങ്ങോട്ട് വെളിയിലിറക്കും. മുൻപ് സരിതയും നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം ഇലക്ഷൻ സമയത്താണ് വരുന്നത്. വന്നു കഴിഞ്ഞാൽ നേരെ അവർ കുറച്ച് ആരോപണങ്ങൾ ഉന്നയിക്കും. ആ ആരോപണത്തിന്റെ പേരിൽ കുറെ പേര് ബലിയാട് ആവും. അതിനാണല്ലോ ഉമ്മൻചാണ്ടി സാറൊക്കെ, മുഖ്യമന്ത്രിക്ക് പോലും നീതി കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ ഈ സാധാരണക്കാർക്ക് എവിടെ നിന്ന് കിട്ടാനാണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം എല്ലാ സ്ത്രീകളും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാല് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ സുഹൃത്ത്, ഭർത്താവ് ഇവർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, എന്നെ ഇന്നലെയും ഒരു അമ്മ വിളിച്ചിരുന്നു. അവരുടെ മകന്റെ ഒരു ഇഷ്യൂ പറഞ്ഞിട്ട് കണ്ടക്ടറാണ്. കണ്ടക്ടർ ടിക്കറ്റ് കൊടുക്കാൻ പോയപ്പോ ഒരു പെൺകുട്ടിയുടെ മാറിടത്തിൽ ടച്ച് ചെയ്തു എന്നുവെച്ചാൽ കൈമുട്ട് തട്ടി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിനെ 5 വർഷമാണ് ശിക്ഷിച്ചത്. ഇത് ഇന്നലെ നടന്ന സംഭവം. എന്നെ ഒരു അമ്മ കരഞ്ഞുകൊണ്ട് വിളിച്ച് പറഞ്ഞതാണ്. തിരുവനന്തപുരത്ത് ആര്യനാടാണ്, നെടുമങ്ങാടാണ് അവരുടെ വീട്, നെടുമങ്ങാട് ആര്യനാട്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പെൺകുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറെ തെളിവൊന്നും വേണ്ട, ഒരു സാക്ഷിമൊഴിയില്ല, അങ്ങ് കേസെടുക്കുകയാണ്, അയാളെ റിമാൻഡ് ചെയ്യാണ്. റിമാൻഡ് ചെയ്തു, അതുപോട്ടെ, പിന്നീട് കേസിൽ അദ്ദേഹത്തെ ശിക്ഷിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുടെ ജോലി കൂടി പോവില്ലേ? അവർക്ക് 2 പെൺകുട്ടികളുള്ളതല്ലേ? ഈ പറയുന്ന കണ്ടക്ടർക്ക് 2 പെൺകുട്ടികളുണ്ട്. ഒരാള് PG ക്ക് പഠിക്കുന്നു, ഒന്ന് +2 ആണ്. മനസ്സിലായില്ലേ? സ്വന്തം മക്കളുടെ പ്രായമുള്ള കുഞ്ഞാണ് കൊടുക്കുന്നത്. ഈ കള്ളത്തരങ്ങൾ പറയുന്നത് എന്താണ് സംഭവം? കൺസെഷൻ ചോദിച്ചു, കൊടുത്തില്ല. കൊടുക്കാതെ വന്നപ്പോൾ അദ്ദേഹം വഴക്ക് പറഞ്ഞു. ഈ ഒരു ദേഷ്യപ്പെട്ടു. കണ്ടക്ടർ സ്വാഭാവികമായിട്ട് അവർ ഇത്രയും പേർക്ക് ടിക്കറ്റ് കൊടുത്തവരോ മാനസിക സമ്മർദ്ദം ഉണ്ടാവില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് കൺസെഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കില്ല, അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കില്ല എന്ന് പറയുമ്പോൾ, അപ്പൊ ഈ കാര്യങ്ങൾ പുരുഷന്മാർ നേരിടുന്നു. അവർക്ക് മക്കളുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മുടെ ഇതുപോലുള്ള പ്രായമായവർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് ഒന്നോ രണ്ടോ ചോദിച്ചാൽ ഒരുപക്ഷെ ഇതിനേക്കാൾ ഈ പെൺകുട്ടിയുടെ പ്രായം അല്ലെങ്കിൽ അതിനേക്കാളും മുതിർന്ന മക്കളുണ്ട്. ഇവരുടെയൊക്കെ മുമ്പിൽ എങ്ങനെ ഒരു അച്ഛൻ മുഖത്ത് നോക്കുമെന്ന് ആലോചിച്ചോളാം. ഒരു പെൺകുട്ടിയുടെ മാർഗം തട്ടിയെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പീഡിപ്പിച്ചോ എന്നോ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, ആരോപണമാണ്, അതാദ്യം മനസ്സിലാക്കണം. ഇതിപ്പോ ബസ്സിലെ കണ്ടക്ടർ ഒന്ന് കൈമുട്ട് തട്ടി എന്നാണ് പറയുന്നത്. എന്നാ പരാതി വരെ എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ്. അപ്പൊ ഈ വക കാര്യങ്ങൾ ഒരു പുരുഷൻ എങ്ങനെ നേരിടും? ഈ പെണ്ണുങ്ങൾക്കെതിരെ, സ്ത്രീകൾക്കെതിരെ ഒരു ആരോപണം ഏതെങ്കിലും ഒരു പുരുഷൻ നടത്തിയിട്ടുണ്ടോ? നടത്താം. ഒരുപാട് പേരുടെ കേസുകൾ നമുക്ക് നടത്താൻ പറ്റും. ഏതൊരു പുരുഷനാണ് ഒരു പെൺകുട്ടി ഏതെങ്കിലും പ്രായത്തിൽ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളത്? ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു പീഡനം ഏറ്റിട്ടില്ലാത്ത ഒരു പുരുഷനുമില്ല. പക്ഷെ ആ പുരുഷൻ അത് പുറത്ത് പറയില്ല. കാരണം എന്ന് വെച്ചാൽ മറ്റുള്ള ഓപ്പോസിറ്റ് ഇരിക്കുന്നവരുടെ പ്രായവും അവരുടെ മറ്റു കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. കാര്യം മിക്കവാറും പ്രായത്തിൽ മുതിർന്നവരായിരിക്കും സ്ത്രീകൾ. അതുകൊണ്ടാണ് പറയാത്തത്. ഇതെല്ലാ പുരുഷന്മാരും അനുഭവിച്ചിട്ടുണ്ടാവും. അവരാരും മീറ്റുമായിട്ട് വരുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള പുരുഷന്മാരെ തേജോവധം ചെയ്യാതിരിക്കുക. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പൊ വേറെ ഒന്നും നോക്കി കയറ്റി കളയൊന്നുമില്ല. അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്യാനില്ല. ശേഷജാമ്യം കൊടുക്കേണ്ടതാണ്. ഇനി കൊടുത്തില്ല എങ്കിൽ
ഒന്നോ രണ്ടോ ദിവസം ജയിലിൽ കിടക്കും. തിരിച്ച് ഞങ്ങൾ പൂമാലയിട്ട് അതിഗംഭീരമായിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഇറക്കി കൊണ്ടുവരും. അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബോബി ചെമ്മണ്ണൂരിനെ ഹണി റോസ് പെടുത്തിയപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് യഥാർത്ഥം പറഞ്ഞാൽ വീരപൂര എന്താ പറയാ പരാക്രമിയായിട്ട് തിരിച്ചിറങ്ങി വന്നു അല്ലെ. അതിന് മുന്നേ ഉണ്ടായിരുന്നതിനേക്കാളും ജനപിന്തുണ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് 25,000 എത്ര ഫോളോവേഴ്സ് കൂടി. അദ്ദേഹത്തിന് അതിനോടൊക്കെയാണ് താല്പര്യം. അപ്പൊ അദ്ദേഹം പറയുന്ന ജനപിന്തുണ കൂടി എന്നുള്ളതാണ്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുൽ ഈശ്വറിനെതിരെ ഇപ്പൊ ഏതാനും കുറച്ചുപേർ തെറി വിളിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇതും കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഞങ്ങൾ സ്വീകരിച്ചിറക്കി കൊണ്ടുവരുമ്പോ നടക്കാൻ പോകുന്ന ജനപിന്തുണ അദ്ദേഹത്തിന് കൂടും. അതിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനും കൂടും. ധൈര്യം ഉണ്ടെങ്കിൽ ഇവർ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലെടുത്ത് ഒന്ന് നോക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിന് ഏറ്റവും കൂടുതൽ ജനപിന്തുണയോട് കൂടിയിട്ടായിരിക്കും അദ്ദേഹം തിരിച്ചിറങ്ങി വരുന്നത്. അതാദ്യം മനസ്സിലാക്കണം. മുൻപ് ദിലീപിന്റെ കേസിൽ നമ്മൾ കണ്ടതാണ്. അങ്ങനെ എത്രയോ പേരുടെ കേസിൽ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. കാര്യം ഇതിങ്ങനെ ഇലക്ഷൻ വരെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാര്യം അതിനിടയ്ക്ക് അദ്ദേഹം ജാമ്യം കിട്ടും. കീഴ്ക്കോടതി കിട്ടിയില്ലെങ്കിൽ മേൽക്കോടതി കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് ജയിലിൽ പോകാൻ ഇവിടെ ആർക്കും പേടിയൊന്നുമില്ല. പക്ഷെ അതൊരു പെണ്ണ് കേസിലൊക്കെ പോകുമ്പോൾ ഒരു എന്താ പറയാ സമൂഹത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു നാണക്കേട്. അത് എവിടെയെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വരും, പീഡന പേരിനായിട്ട് വരും. അതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. പുരുഷന്മാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, വളരെ നന്ദി. ശരി.